മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകൾ നിറഞ്ഞ കിസ്സപ്പാട്ടിൽ മുഴുകിയ ഒരു റമദാൻ പകൽ. മലപ്പുറം മഅദീൻ അക്കാദമി സംഘടിപ്പിച്ച ബദർ കിസ്സ പാടിപ്പറയൽ റമദാൻ കാലത്തെ വേറിട്ട അനുഭവമായി. ഇതോടെ രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസവും ആശംസിക്കുന്നു. നമസ്കാരം. ബദർ യുദ്ധത്തിന് വേണ്ടി മുഹമ്മദ് നബി പുറപ്പെട്ട ദിവസമാണ് റമദാൻ 12. ബദർ യുദ്ധത്തെ അനുസ്മരിക്കുന്ന ഇശലുകൾ നിറഞ്ഞ കിസ്സപ്പാട്ട് പാടിപ്പറയൽ ഒരുക്കുന്ന പതിവ് മഅദീൻ അക്കാദമി ഇത്തവണയും തെറ്റിച്ചില്ല. മഅദീൻ അക്കാദമിയുടെ ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ചരിത്രങ്ങളെ രേഖപ്പെടുത്തി വെച്ച, പാട്ടുരൂപത്തിൽ രേഖപ്പെടുത്തി വെച്ച അറബി മലയാളത്തിലുള്ള കാവ്യ ശാഖയാണ് കിസ്സപ്പാട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഷ സാധാരണ പാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്. വിവിധ ഭാഷകൾ എന്നുള്ള പദങ്ങൾ കൊണ്ട് ഒരു വൈവിധ്യ ഭാഷാ രീതിയാണ് കിസ്സപ്പാട്ടുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പാടി പറയുക എന്ന രീതിയാണ് പഴയകാലത്തെ ഉള്ളത്. കാരണം പാടിയത് കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പാടിയതിന് വിശദീകരണം കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത്. പുത്തൻ തലമുറയ്ക്ക് കിസ്സപ്പാട്ടിനെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ പാടിപ്പറയലിന്. മഹാകവി ുള്ള പൂർവ്വ കവികൾ ഇസ്ലാമിക ചരിത്രങ്ങളെയും പോരാട്ടങ്ങളെയും പ്രമേയമാക്കി അറബി മലയാള സാഹിത്യത്തിൽ രചിച്ച ഇശലുകളാണ് കിസ്സപ്പാട്ട്. ചെന്തമിഴ്, തമിഴ്, സംസ്കൃതം തുടങ്ങിയ ഭാഷാ സങ്കലന രീതിയാണ് ഇത്തരം രചനകളിൽ സ്വീകരിച്ചിട്ടുള്ളത്. പഴയ തലമുറ പുതിയ തലമുറയിലേക്ക് ചരിത്രം കൈമാറ്റം നടത്തിയിരുന്നത് ഇത്തരം പരിപാടികളിലൂടെയായിരുന്നു. പ്രശസ്തരായ 16 കാഥികരും 16 പിന്നണി ഗായകരും 12 മണിക്കൂർ നീണ്ട പാടിപ്പറയലിൽ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം.